എടോ താൻ അവനെ എങ്ങനെയാടോ കെന്നൂന്ന് വിളിച്ചേടോ? വിളിക്ക്, ഒരു കാര്യമുണ്ട്. വിളിക്ക്. അങ്ങനെയല്ല, കെന്നൂന്ന് വിളിക്കണം. അതന്നെ. എടോടോ അവന്റെ സാധനം. അയ്യോ ചിക്കൻ 65 പാച്ചോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പാച്ചക്കൂട്ടൻ്റെ ബർത്ത്ഡേ, അതായത് 12 മണിക്ക് തന്നെ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കുളിച്ച് കാഷായ വേഷത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ കോലം അത് കേട്ടോ. ഡാഡിയും മമ്മിയും ഡോൺ ചേട്ടനും ഒക്കെ സുശീലാനിയുടെ വീട്ടിലും പ്രിൻസിയാനിയുടെ അടുത്തൊക്കെ പോയിട്ട് ഇതേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് ഐശ്വര്യമായിട്ട് കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ് റിമോട്ട് കാർ അല്ലെങ്കിൽ റേസിംഗ് കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനെന്നല്ല, ഇവിടെയുള്ള 3 പേർക്കും അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഡോൺ ചേട്ടൻ അത് തന്നെ കറക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവനെ സർപ്രൈസ് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടൻ തന്നെ കൊടുത്തോളൂ. കാരണം ഡോൺ ചേട്ടൻ നോക്കി നോക്കി വാങ്ങിച്ചൊരു വണ്ടിയാണേ. അവർക്ക് വണ്ടിയാണ് ഇഷ്ടം. അല്ലാണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണല്ലോ അവർക്ക് സന്തോഷം വരാം അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേഗം പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നാളെ രാവിലെ ചോമുന് സൺഡേ സ്കൂളിൽ പോകണം, എനിക്ക് പള്ളിയിൽ പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പം നേരത്തെ കിടന്നുറങ്ങിയാലേ നേരത്തെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ കിടക്കാൻ പറ്റില്ല. ഞാൻ ഉറങ്ങി വന്നപ്പോൾ തന്നെ 1:30 2 മണിയായി. കാരണം വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായി വരാൻ ആ സമയം എടുത്തു കേട്ടോ. എന്താ പറയാ, അവൻ്റെ എക്സൈറ്റ്മെൻറ്റും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവന് ക്ലാസ് കൊടുക്കുകയാണ്. തോമുവും ചാക്കോയും വരുമ്പോൾ ഇതെടുക്കണ്ട. ഇവർക്ക് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ മാക്സിമം റൂമിൽ, കാരണം ഇത് കണ്ടാൽ തമ്മിൽ അടിയും പിടിയാവും. ഈ വണ്ടിയുടെ പേരിലായിരിക്കും പിന്നെ അടി ഉണ്ടാവുക. അപ്പം നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണല്ലോ നല്ലത്. അവർ അവരുടേതായ റൂമിലിരുന്ന് കളിച്ചോളും. അപ്പോൾ പാച്ചു ഉച്ച കഴിഞ്ഞും തോമു ഉച്ച കഴിഞ്ഞാണ് റൂമിൽ അവരവരുടെ റൂമിലിരുന്ന് കളിക്കുന്നത് കേട്ടോ. ചാക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ വീണടം വിഷ്ണുലോകം, അവനൊരു വണ്ടിയുണ്ട്, അതുകൊണ്ട് അവൻ നടക്കും കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്ന് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. ആ ഒരൊറ്റ ഇടിയിൽ ഫ്രണ്ടിലെ ഒരു ലൈറ്റ് ഡാമേജ് ആയി. പക്ഷെ അത് ലൈൻ വിട്ടുപോയതാണ്. നമുക്കത് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അവന് അതായത് ഓഫ് റോഡ് വണ്ടിയായതുകൊണ്ട് തന്നെ ഭയങ്കര പവറാണ് ആ വണ്ടിക്ക് കേട്ടോ. അപ്പം മമ്മിയാണ് ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത്. ഞാൻ ആലോചിച്ചു എങ്ങനെ എടുക്കും. കാരണം ഒട്ടും നമ്മൾ എന്താ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് അത് കൊടുക്കാം എന്നുള്ളതേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനിഷ്ടമായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഡോൺ ചേട്ടൻ എൻ്റെ ടെക്നിക്കും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. കാരണം അവന് റിവേഴ്സ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്രണ്ടിലോട്ട് മാത്രം അവന് ഇടിച്ച് തെറിപ്പിച്ച് വിടുകയാണ്. അപ്പം അധികം ഇടിച്ചാൽ വലിയ ആയുസ്സ് അതിനുണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആരും ഇല്ലാത്ത പിള്ളേർ ഓൾറെഡി തോമും ചാക്കോയും ഒരു 10:30 ആയപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. അവർ നേരത്തെ ഉറങ്ങും. നേരത്തെ കിടത്തി ഉറക്കൂട്ടോ. കാരണം രാവിലെ സ്കൂളിൽ പോകണോണ്ട് സൺഡേ ഒരു എക്സ്ക്യൂസ് കൊടുത്താൽ പറ്റില്ലല്ലോ. അങ്ങനെ ദേ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. തോമും ഞാനും റെഡി ആയിട്ട് പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പനും മോനും മാർക്കറ്റിലും പോവാണേ. അപ്പം തോമു ഇവിടുന്നേ പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവനാകെ വീർപ്പ് മുട്ടലിലാണ് ഇരിക്കുന്നത്. മിക്കവാറും ഈ ഒരു യാത്ര സക്സസ്ഫുൾ ആവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കെസ്റ്ററിൻ്റെയും കൂടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ആദ്യമേ പോയി കെസ്റ്ററിൻ്റെ അടുത്ത് പോയി ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞിട്ട് പോവാമെന്ന് അവനും പറഞ്ഞു കേട്ടോ. കെസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് പോവാം. കാരണം ഇവിടെ പള്ളിയിൽ വന്നാൽ ആദ്യം കെസ്റ്ററിൻ്റെ അടുത്ത് പോകുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ വേറെ എന്ത് കാര്യത്തിന് പോകാമെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കാറില്ല കേട്ടോ. കെസ്റ്ററിൻ്റെ അടുത്ത് പോവാം, കെസ്റ്ററിൻ്റെ അടുത്ത് പോവാമെന്ന് കേട്ടോ പറയുക. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പം ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തോമു ചോദിക്കുക എന്താ ഇവിടെ ഇങ്ങനെ പെട്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഡിംപിളിൻ്റെ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കുട്ടിയുടെ നമ്മുടെ ആ ബാനർ മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് അവൻ്റെ ഷെയ്ഡൊക്കെ മാറ്റി ഫുൾ നെയിമൊക്കെ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഇതിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ശരിക്കും അവൻ കിടന്നുറങ്ങണ ഒരു പ്രതീതി കേട്ടോ. ഭയങ്കര ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരും. അപ്പോൾ അവനോട് ഞാൻ പറയാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുമെന്ന് പറയാം. അവൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. എന്നോട് ക്ലാസ്സിൻ്റെ വാതിൽക്കൽ തന്നെ ഇരിക്കണം, പോകാൻ പാടില്ല എന്നുള്ളൊരു കർശന നിർബന്ധമായ ഒരു നിബന്ധന എനിക്ക് തന്നു കേട്ടോ. കരച്ചിലും ബഹളവും അതിൻ്റെ കൂടെ മഴയും കൂടെ ആയപ്പോൾ സെറ്റായി. സൺഡേ സ്കൂളിൽ ഇരിക്കാൻ തോമുന് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ കുർബാനയ്ക്ക് പോകാൻ വലിയ പ്രശ്നമില്ല. എന്നാൽ ഇന്ന് എന്തോ കാലെവിടെയോ തട്ടിയിട്ട് പ്രശ്നമായെന്ന് തോന്നുന്നു. കരച്ചിലായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഡോൺ ചേട്ടനെ വിളിച്ചു വരുത്തി കൊണ്ടുപോവുക ചെയ്ത്. കാലിൽ ചെറുതായിട്ട് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ചാക്കോൻ്റെ കുറച്ച് വർത്താനങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ. ചാക്കോ എവിടേക്കാ പോണേ? എവിടേക്ക്? മാർക്കറ്റിലേക്കാ? ആ ആണോ? ആംബുലൻസാ?
വൈറ്റ് ആംബുലൻസാ? ഓക്കെ. ചായ കുടിക്കണ്ട? ചായ കുടിക്കണ? കുടിച്ചാ? ആണോ? പഴംപൊരി കഴിക്കണ്ട? പഴംപൊരി ഏ ഏ പഴംപൊരി തിന്നണില്ലേ? തിന്നാം. പഴംപൊരി വേണോ? ഏ ശരി. എത്ര പഴംപൊരി വേണം? 20 പഴംപൊരിയാ? ഷോയേ. ശരി, പഴംപൊരി കഴിക്കാൻ പോവാട്ടാ. ഇതിലിവിടെ ഇതിൽ നോക്ക്. ഏതാ? അതിലില്ല. അങ്ങോട്ട് വാ. ഇത് നോക്ക്. എന്നാ ഇങ്ങോട്ട് വാ. നോക്ക്. എന്നാ ഇത് മതിയാ? പിങ്ക് മതിയാ? ഇനി അങ്ങോട്ട് മ്യൂട്ട് ചെയ്യാൻ കാരണം ഡോൺ ചേട്ടൻ വണ്ടിയിലെ മ്യൂസിക് ഓഫാക്കാൻ മറന്നു. അങ്ങനെ എടുത്ത് ഡോൺ ചേട്ടന് ശീലമില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കില്ല. നമുക്ക് കോപ്പറേറ്റ് ക്ലെയിം വരുന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് പ്രശ്നമാവും. അതുകൊണ്ടാണ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ മ്യൂട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ചാക്കോന് അപ്പയുടെ കൂടെ പോകുമ്പോൾ കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങിക്കുക, കഴിക്കുക. രാവിലെ എന്നോ പകലെന്നോ ഉച്ചയെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല ചാക്കോന്. ചാക്കോന് ഐസ്ക്രീം ഭയങ്കര വീക്ക്നെസ് ആണ്. അത് ഇവിടുത്തെ 3 പേർക്കും ഐസ്ക്രീം ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ അരുൺ ഐസ്ക്രീമിൽ പോയിട്ടാണെന്ന് തോന്നുന്നു ഇത് എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. ചാക്കോൻ്റെ കൂടെ പോയാൽ ചാക്കോ ഒന്നും വേസ്റ്റ് ആക്കില്ല കേട്ടോ. നമ്മുടെ ബാക്കി കൊശവന്മാരങ്ങനെ ബാക്കി നമുക്ക് തരും. നമുക്കത് പണിയാവും. ചാക്കോ അങ്ങനെയല്ല. എന്തെടുത്താലും ഭയങ്കര വൃത്തിയിൽ അത് കഴിച്ച് അവസാനിപ്പിക്കും കേട്ടോ. സന്തോഷം കണ്ടോ ചാക്കോൻ്റെ? അപ്പോൾ അത് അതിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. എക്സ്പ്രഷൻ ഒട്ടും കുറവില്ല. മാർക്കറ്റ് കാണാൻ വേണ്ടിയല്ല ചാക്കോ പോണത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഐസ്ക്രീം കഴിക്കുക, അപ്പയുടെ കൂടെ പഴംപൊരി കഴിക്കാൻ പോവുക, ചായ കുടിക്കാൻ പോവുക. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തോമനിപ്പോൾ വെയിൽ വന്നേ പിന്നെ ഒട്ടും ഇഷ്ടമാണ്. വെയിൽ തൊട്ടുള്ള സമയം തൊട്ട് അവൻ പോണില്ല കേട്ടോ. എനിക്ക് പോകണ്ടമ്മാ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ടോക്സ് ഉണ്ട് കേട്ടോ. കേൾപ്പിക്കാം. അവൻ്റെ ഇനിയുള്ള ആവശ്യങ്ങൾ കേൾപ്പിക്കാവേ. ചാക്കോ എങ്ങനെ പോണ്ടേനി? അത് മനസ്സിലായി. ഇനി എങ്ങനെ പോണ്ടേന്ന്? ആ കേവ് കൊണ്ടുപോപ്പോ. എങ്ങനെ പോണ്ടേന്ന് ഇനി? അക്കിയുടെ അടുത്തേക്കാ? അവിടെ ആരുള്ളേ? പേപ്പന. പിന്നെ വേറെ ആരാ? വേറെ ആരുള്ളേ? ആ വലിയ അടി ഉണ്ടാ? വലിയടി പോയാ? എങ്ങോട്ട് പോയി? ഉറങ്ങിയാ? വലിയടി ഉറങ്ങിയാ? ഓക്കെ ശരി. ശരി എന്നാൽ ട്ടാ. ഓക്കെ. ആരനെ? എന്തിനാ പോമോനെ പൊളിക്കണേ? പോമോ സൺഡേ സ്കൂളിൽ പോയിക്കാ? നീ തുറക്കണ്ട. നീ നോക്കണ്ട. അവൻ വരും ഇപ്പോ. ചാക്കോനെ പോണ്ടേ സ്കൂളില്? എന്തേ? ചാക്കോ സൺഡേ സ്കൂളിൽ പോണം കേട്ടാ. ഏത് പെർഫ്യൂം? ചാക്കോ ഒന്ന് പഴംപൊരി തിന്നണ്ട, ഐസ്ക്രീം തിന്നേ. ഏത് പഴംപൊരി തിന്നിട്ടില്ല? നീ ഐസ്ക്രീം മാത്രമേ തിന്നുള്ളൂ, പഴംപൊരി തിന്നില്ല. ഏത് വൈറ്റാ? എന്തിനായിരുന്നു വൈറ്റ്? ലോലിപോപ്പ് എന്നാ നീ? സീറോ ആണത്. ആ കാര്യമായിട്ട് പറഞ്ഞ പനിയാന്ന്? എന്തേ? അപ്പോൾ അക്കീടെ അവിടെ ചെന്നപ്പോൾ അക്കിക്ക് നല്ല പനി. അപ്പോൾ ഒരു തെർമോമീറ്റർ എടുക്കാനായിട്ട് ഡോൺ ചേട്ടൻ തിരിച്ചു വന്നതാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ തെർമോമീറ്റർ ഒട്ട് വർക്ക് ചെയ്യണമില്ല. അങ്ങനെ ദേ ചാക്കോ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. വന്നിട്ടൊരു ട്രിപ്പ് പോയതാണ്. അപ്പോഴാണ് തെർമോമീറ്ററിൻ്റെ ആവശ്യം വന്നതേ. അങ്ങനെ അപ്പയും മോനും വീണ്ടും അവന് കിട്ടുന്നൊരു ചാക്കിന് അവനും കയറി പോവാണ്. പിന്നെ അക്കി പനിച്ച് വിറച്ച് കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവനത് ഭയങ്കര സങ്കടമായി. പിന്നെ നമ്മുടെ ഞായറാഴ്ച റൊട്ടീനിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ബർത്ത്ഡേ ആയിക്കോട്ടെ, നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ദേ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഡിംപിളിന് നല്ല തിരക്കാണ്, ഡെക്കറേറ്റ് ചെയ്യുന്നതും. ഡാഡി മോളും അതിന് നിൽക്കുകയാണ്. ചാക്കോ ദേ ഇവിടെ വന്ന് ടി വി വെച്ചതായോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. തോമും കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ചാക്കോനെ നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം. എന്തിട്ടാണ്
ടി വി വെച്ച് കൊടുത്തു. പാച്ചും അപ്പാപ്പനും ഡിംപിളും കൂടെ ദേ പള്ളിയിൽ പോകാൻ റെഡി ആവാണ് കേട്ടോ. ഇത് ഞാനും ഡിംപിളും എനിക്കൊന്ന് സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്തൊരു ഷർട്ടാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. റാൻഡംലി എടുത്താണ്. പക്ഷേ ഇത് ഈ ഒരു ഒക്കേഷന് പറ്റിയ ഒരു ഡ്രസ്സായിട്ട് മാറി കേട്ടോ. അവൻ്റെ ഒഫീഷ്യൽ എന്താ കോസ്റ്റ്യൂം ഡിസൈനർ അല്ല, കോസ്റ്റ്യൂമറും ഹെൽപ്പറും ഒക്കെ ഡാഡിയാണ് കേട്ടോ. പാച്ചുവിൻ്റെ ഡ്രസ്സ് മാറ്റിക്കണം, കുളിപ്പിച്ച് വന്നായിട്ട് തോർത്തണം, അതൊക്കെ ഡാഡിയുടെ ഡ്യൂട്ടിയാണേ. അങ്ങനെ ദേ ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങി. മീൻ കഴുകുക, മീൻ വറക്കാൻ തേച്ച് വെക്കുകയാണ് കേട്ടോ. ഓൾറെഡി കഴുകി എല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം മത്തിയൊക്കെ കൈയോടെ വറക്കാനും പോട്ടെ, പുരട്ടി വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് ചെയ്യാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ തിരക്കുകളാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്തില്ല. കാരണം മീനിലും ഇറച്ചിയിലും കൈ ഇട്ടാൽ പിന്നെ അത് വേറൊരു പണിയാവും. അപ്പോൾ മമ്മിയുടേതായ കാര്യങ്ങൾ പട്ടിയുടെ ഫുഡും ഒക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളതാണ് കേട്ടോ കുക്കറിൽ ഇട്ടിരിക്കുന്നതും. അപ്പം ഞാനിങ്ങനെ പാട്ടും വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ദേ മത്തി ഒരു സെറ്റ് വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മസാലയൊക്കെ ഇട്ട് ചെയ്യും കേട്ടോ. ഇത് മറ്റേ നമ്മുടെ കൂന്തലാണ്. ഫുള്ളായിട്ട് ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്തിട്ടാണ് ഓരോ റിംഗ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിംപിളിൻ്റെ വീഡിയോയിലൊക്കെ കണ്ട് നിങ്ങൾക്ക് പരിചയമായിരിക്കും. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 100 പ്രശ്നങ്ങൾ വരും. ആൾക്കാർ വിളിക്കും, അതിന് പോണം. എന്താ പറയുക, ഒരു ജഗപൊകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ബീഫ് മസാലയൊക്കെ തേച്ച് കുക്കറിൽ കയറ്റി കേട്ടോ. ഇനി അടുത്തത് കൂന്തലും കൂടെ വേവിച്ച് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ മത്തി മസാല ഇടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം കൂടെ ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുവാണെങ്കിൽ പണി കഴിയുമല്ലോ. കാരണം ഇനി ഉച്ച കഴിഞ്ഞ് നമുക്ക് നല്ല പിടിപ്പത് പണിയുണ്ട്. അതായത് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഒരു 70% ഡിംപിൾ ചെയ്യും. ബാക്കി നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. നമ്മളൊരു വീട്ടിൽ ഇരുന്നിട്ട് ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. പിന്നെ വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് ഡിംപിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും മമ്മിയും മാറി മാറി എടുത്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പാച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒന്നും കാണില്ല കേട്ടോ. ഡിംപിളിനെ വീഡിയോ എടുത്ത് കൊടുക്കുക, അല്ലാതെ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാവരും ഒരേ കണ്ടന്റ് ഇടുമ്പോൾ ബോറടിക്കില്ലേ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഡിംപിൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും, മമ്മിയും പറഞ്ഞു തരും. ഞാൻ എൻ്റേതായ റൊട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, കുക്കിങ്, ക്ലീനിങ്, അങ്ങനത്തെ കുറച്ച് റാൻഡംലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഫുള്ളി ഒന്ന് ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഡോൺ ചേട്ടൻ തോമുനെയും കൊണ്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ വെട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് ചാടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ എന്താടാ അങ്ങനെ ചെയ്ത്, നീ എന്താടാ ഇങ്ങനെ ചെയ്ത്, എന്തിനാടാ നീ പള്ളിയിൽ പോയിട്ട് എങ്ങനെയാടാ നിൻ്റെ കാല് മുറിഞ്ഞ്, അതൊക്കെ ചോദിച്ചു. ഇനി ടീച്ചറിനെ വിളിച്ച് ചോദിച്ചാലേ അറിയുള്ളൂ എന്താ പ്രശ്നം ഉണ്ടായെന്നുള്ളത്. ടീച്ചർ ഡോൺ ചേട്ടൻ പ്രശ്നം എന്താന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ മീൻ വറക്കാനുള്ളത് തേച്ച്, പിന്നെ ചായ അവിടെ കുറച്ച് ബാക്കിയിരുന്നു, അത് കുടിച്ചു. കാരണം ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഡോൺ ചേട്ടൻ പള്ളിയിൽ നിന്ന് നല്ല മഴയായിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന് വന്നപ്പം. അപ്പോൾ ഞാൻ ആപ്പിളിൽ കയറി പപ്സ് വാങ്ങിച്ചു. പക്ഷെ എൻ്റെ കണക്ക് തെറ്റി, ഞാൻ 4 പപ്സേ വാങ്ങിച്ചുള്ളൂ. കാരണം ഡാഡി ഓൾറെഡി പള്ളിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഡാഡി പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു. കാരണം ഇവർക്ക് പള്ളിയിൽ, അതായത് ഇതിന് പോകണമായിരുന്നു. ഞാൻ 10 മണിയുടെ കുർബാനയ്ക്ക് പോകുമെന്നാണ് വിചാരിച്ചത്. അതിന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവർക്ക് പള്ളിയിൽ പൂ വെക്കാനും അതിനും ഇതിനൊക്കെ പോകേണ്ടതുകൊണ്ട് എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയതാണ്. അവരുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ വിശപ്പിൻ്റെ വിളിയാക്കി ഞാൻ പിന്നെ മിണ്ടാൻ നിന്നില്ല. അവർ 4 പേര് പപ്സ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മാറി നിന്നു. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് മക്കളെ എൻ്റെ വയറ് കത്തി തുടങ്ങിയെന്ന് വെച്ചാൽ ആളി കത്തി തുടങ്ങി. പിന്നെ ഞാൻ ഈ പണി ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അധികം വിശപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദേ എല്ലാം ഓരോ ബോക്സിലാക്കി. ബോൺലെസ് വേറെ, ഒരു മീഡിയം ബോണുള്ളത് വേറെ, ഭയങ്കര ബോണുള്ളത് ഒരു അങ്ങനെ 3 ബോക്സായാണ് കേട്ടോ നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഇത് വഴക്ക് പറയണം. വഴക്കെന്ന് പറഞ്ഞാൽ അടാറ് വഴക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചാക്കോ നമ്മളെ സമാധാനിപ്പിക്കാൻ വരും. അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല. അപ്പം കൊതുകാന്ന് പറഞ്ഞിട്ട് ദേ മമ്മി, ഞാനിപ്പോൾ ഈ വീഡിയോ സോർട്ട് ഔട്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മമ്മി തീ കത്തിക്കുന്നതൊക്കെ വന്ന് കാണുന്നത്. അല്ല, സാമ്പ്രാണി കത്തിക്കുന്ന കാണുന്നത്. പിന്നെ ഡിംപിൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി കുറച്ച് ഫ്രോസൺ ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയെ ഫ്രീസറിൽ നിന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞെങ്കിലും ഡിംപിൾ ആ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തോ ആവശ്യം ഇത് വെക്കാൻ പോയപ്പോഴാണ് ഫ്രീസറിലുണ്ട്. അപ്പം ഞാനതെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ടേ. പിന്നെ പിന്നെന്താണ്, കൂന്തൽ വെന്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട്, അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നുള്ളിയിടുന്ന രീതിയിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഞാനായിട്ട് പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 100 കാര്യങ്ങൾ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഡോൺ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബർത്ത്ഡേയെ കുറിച്ചും പാച്ചുവിൻ്റെ അതായത് കഴിഞ്ഞു പോയ വർഷങ്ങളെ കുറിച്ചും ഇങ്ങനെ
ചർച്ച ചെയ്യാണ് കേട്ടോ. പിന്നെ ലോകകാര്യങ്ങൾ പറയും. പിന്നെ ഇന്നലെ പരിപാടിക്ക് പോയതിൻ്റെ കുർബാന ചൊല്ലിക്കലിന് പോയ വിശേഷങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. ഇന്നലെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അത്ര ഡീറ്റെയിൽഡ് റിവ്യൂ പറയാൻ പറ്റിയിട്ടില്ല. ഒരു മിനി റിസൾട്ട് മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. കാരണം എനിക്ക് നല്ല ഉറക്കം. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പക്ഷേ വോയിസ് ഓവർ കൊടുക്കണ്ടായിരുന്നു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങായിരുന്നു. കാരണം ഇപ്പം നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അപ്പോൾ ഞാൻ ഓർത്തു ആ ഗ്യാപ്പിൽ എന്തുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തുകൂടാ. അപ്പോൾ ബാക്കി വരുന്നത് മാത്രം വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറച്ച് നേരം ഉണ്ടല്ലോ. പിന്നെ കുറേ പേര് നമ്മുടെ എന്താണ് ഇന്നിട്ട പാച്ചുവിൻ്റെ ബർത്ത്ഡേ വിഷ് വീഡിയോ ഭയങ്കര ഇഷ്ടമായി, ടച്ചിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ 5 വർഷമായിട്ട് സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോസാണ് അത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് എന്നും ഒരു മെമ്മറി ആയിട്ട് യൂട്യൂബിൽ കാണും. നിങ്ങൾക്ക് കാണാം, എനിക്ക് കാണാം. അഥവാ എന്തെങ്കിലും ഫോണിന് പറ്റി ഫോൺ പോയാലും ഇന്ന് ഡേറ്റ പോയാലും കുഴപ്പമില്ല. എനിക്ക് യൂട്യൂബിൽ കാണുമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ 5 വർഷമായിട്ടും അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും മതിയാവണില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്ക് എല്ലാ വർഷവും അവനെപ്പറ്റി അല്ലെങ്കിൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. അത് അവനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് ഡിമ്പിളിനോട് ചോദിച്ചു, ഡിമ്പിൾ എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ ഡിമ്പിൾ പറഞ്ഞു, എല്ലാ വർഷവും ഇങ്ങനെ പറഞ്ഞിടുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കില്ലേ. ഞാൻ പറഞ്ഞു എനിക്കത് തോന്നി, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ ഫോട്ടോസ് മാത്രമായിട്ട് ഞങ്ങളുടേതായ കുറേ മൊമെന്റ്സ് ഉണ്ട്. പിന്നെ ഡിമ്പിള് പനിക്കലൊക്കെ പോകുമ്പോൾ അയച്ചു തരുന്ന ഫോട്ടോസ്, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് വീഡിയോസ് ഇട്ടാണ് കേട്ടോ. അപ്പോൾ ചാക്കോ ഇതിൻ്റെ ഇടയ്ക്ക് ഡാഡിയായിട്ട് പിണങ്ങി എന്നല്ല, പിണങ്ങി മോളി വന്ന് ഡാഡി TV ഒന്ന് മാറ്റി ഫുട്ബോൾ കാണാൻ വെച്ചു. അത് ചാക്കോന് ഭയങ്കര സങ്കടമായിട്ട് പിണങ്ങി റൂമിൽ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയാണേ. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്നറിയാൻ വേണ്ടി റൂമിൽ പോയി നോക്കിയപ്പോൾ കാർ ഓടിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചാക്കോ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഡാഡി എനിക്ക് TV വെച്ച് തന്നില്ല, ഡാഡി ചാനൽ മാറ്റി, എനിക്ക് ഡയാന വെച്ച് തന്നില്ല, അങ്ങനെ കുറേ പരാതികൾ പറഞ്ഞേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൻസൺ ചേട്ടൻ്റെ വരവ്. അപ്പോൾ ആൻസൺ ചേട്ടൻ ലഞ്ചിന് മുമ്പ് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ ഡിമ്പിൾ പറഞ്ഞ് സെറ്റ് ചെയ്തു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ ഡാഡിക്ക് പോകണം. അപ്പോൾ ആൻസോട് ഇതേ ലഞ്ച് കഴിക്കാൻ ഓടി വായെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ലാസ്റ്റാണ് അറിയുന്നത് ലഞ്ച് വന്നിട്ടില്ല എന്നുള്ളത് കേട്ടോ. ആൻസോടെ ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരില്ലേന്ന്. നമ്മളത് ആലോചിച്ചില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് ഞാൻ സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. പിന്നെ ഇവർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ആകെ മൊത്തം ബഹളമായി കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ കുറേ പേര് ഡിമ്പിളിൻ്റെ മറ്റേ Q&Aയിൽ ചോദിക്കുന്ന കേട്ടോ, ഒരാൾ ചോദിക്കുന്നത് കേട്ടോ, ആൻസൺ ചേട്ടൻ കെന്നൂന്ന് വിളിക്കുന്ന ഒന്ന് കേൾപ്പിക്കുമെന്ന്. അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒട്ടും എന്താ പറയുക, ഒട്ടും ഡിലേ ആക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ആൻസേട്ടൻ കൊണ്ടുവന്ന് ഗിഫ്റ്റുകളൊക്കെ നോക്കായിരുന്നു കേട്ടോ. നല്ല ട്രൗസറായിരുന്നു, നല്ല സൂപ്പർ, നല്ല ഏതോ ഒരു ബ്രാൻഡിൻ്റെ സാധനമാണേ. അങ്ങനെ ദേ ഞങ്ങൾ ഓരോന്നായിട്ട് നോക്കുകയും ഡെക്കറേഷൻ സെറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എനിക്ക് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ട്രൗസറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാച്ചുവിന് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആൻസേട്ടൻ അവിടെ ഡ്രസ്സ് മാറുമായിരുന്നു. പെട്ടെന്ന് വേഗം ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോഴാണോ താൻ ഡോറ് നോക്കുന്നതെന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഡ്രസ്സ്. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. നല്ല കളർ, മറ്റേ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട് ഇല്ലേ, കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാം അവന്, കൈ വേണമെങ്കിൽ ഒന്ന് ഒതുക്കാം. അല്ലാണ്ട് സൂപ്പർ ട്രൗസർ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ട്രൗസറായിരുന്നേ. പിന്നെ ഇവിടെ ദേ ആൻസൻ്റെ ഷർട്ട് ഇട്ട് നോക്കുകയാണ്. ഒരു ബ്രൗൺ തീമാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ആസ്പദമാക്കിയുള്ള ഷർട്ടാണ്. അപ്പോൾ അത് ഇട്ട് നോക്കുകയാണ്. നല്ല സൂപ്പറായി. അപ്പോൾ ലൂസാണോ ടൈറ്റ് ആണോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മോനെയും കൂടെ കയറ്റിയിരുത്താമെന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി ആദ്യമേ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് സാഹസികമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്താണ്. ആ സ്മരണ നിങ്ങൾക്ക് എപ്പോഴും എന്നോടുണ്ടാവണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ച് കൊള്ളുകയാണ് കേട്ടോ. അങ്ങനെ എന്താണ് പാച്ചുവിൻ്റെ അപ്പയുടെയും അവന് പിപിയിൽ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതിൻ്റെതായ എല്ലാ ഇഫക്ട്സും മാറിയിട്ടോ. പക്ഷെ ചെറിയൊരു ഒരു വേദന അവനിപ്പോൾ പറയുന്നുണ്ട്. മേ ബി ആ പൊറ്റനിളകി പോകുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടായിരിക്കും. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളിന്ന് അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഡിമ്പിൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ബർത്ത്ഡേക്കാരൻ തന്നെ ആദ്യമേ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കാരണം അടിപൊളി ടേസ്റ്റാണെന്നാണ് കുട്ടി ഡബിൾ ടിക്ക് തന്നിട്ടുണ്ട്. വേറെ എവിടുന്നും അല്ല, നമ്മുടെ ഫുഡ് കോർട്ടിലെ ബിരിയാണിയാണ് കേട്ടോ. അപ്പം സൂപ്പറായിരുന്നു. നല്ലൊരു ചിക്കൻ ബിരിയാണി കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചു കേട്ടോ. ഇന്നത്തെ രാജാവ് പാച്ചുവാണ്. പാച്ചു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചാക്കോ അവിടെ അപ്പുറത്തിരുന്ന്, അതാണ് പേപ്പർ താഴെ കാണുന്നത് കേട്ടോ. അവിടെ ദിവാനുമേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. കാരണം നമ്മുടെ ഡൈനിങ് ടേബിൾ ഓൾറെഡി ഓക്യുപ്പൈഡ്. ഇനി കുറച്ച് ടോക്സ് കേൾക്കാവേ. ചുമോൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്നും പറയാനില്ലേ? എന്താ ഡാഡിയുടെ 2 സ്നേഹവാക്കുകൾ തരൂ, പറയ്. ഡാഡിയുടെ കൊച്ചുമോനെ കുറിച്ച് 2
2 ഡയലോഗ് പൊക്കിയിടിക്ക്. പറയ്. കൊച്ചുമോനെ കുറിച്ച് പറയ്. അരിമ കൊച്ചുമോനല്ലേ? അല്ല, നീ അതല്ലേ പറഞ്ഞത് അരിമ കൊച്ചുമോനെന്ന്. പറയ് കൊച്ചുമോനെ കുറിച്ച് 2 വാക്ക്. എന്നാലും ഡാഡിക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ആ പറയൂ. ഡാഡിയുടെ മനസ്സ് തുറക്കൂ. വാതില് തുറക്കൂ. പറയ്. പറയുന്നുണ്ട്. എൻ്റെ ഫോൺ ഓണാണ്. എൻ്റെ സ്പേസ് നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. പോട്ടെന്ന് പറയാൻ പറ്റില്ല. ഡാഡി സുന്ദരനായിട്ടുണ്ടല്ലോ. മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോ? മോൻ്റെ അല്ല, മോളുടെ. ഓ കാറിന്റെ മണ്ട കൂടെ ഡൈവ് ചെയ്ത് പോന്നു. ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കും. ഞാൻ മമ്മി നാളെ ചീത്ത അല്ലെങ്കിലോ ദിവസം 3 നേരം കിട്ടുന്നുണ്ടെന്ന്. പറയ്. 2 വാക്ക് സംസാരിക്കൂ. കവിത പറഞ്ഞാലും മതി. ആ എന്നിട്ട് പോരട്ടെ. ആഘോഷിച്ചു. എന്നിട്ട് കമോൺ. ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് 2 ടോക്ക് എടുക്കുക. പറ. ചെയ്തിട്ട് മതിയാവുന്നില്ലെന്ന്. ഡാഡി കെൻറ്റി ചാടാൻ പറഞ്ഞ കെൻറ്റി ചാടും ഇപ്പൊ. ഇല്ലേ? അതിന് ചാടാത്ത ഡാഡി? അതിന്റെ ആവശ്യമില്ലേ? എന്നാലും പറയ്. 2 മിനിറ്റ് ഈ ക്യാമറ കൊണ്ട്. പ്ലീസ്. ഹാപ്പി ബർത്ത്ഡേ. ആ ജാടയാണ് ഡാഡി. ഇത്ര 5 വർഷം ഓടി നടന്നല്ലേ പാച്ചു. ഓ എങ്ങനെ ഒന്നുകൂടെ സ്നേഹത്തിൽ പറയൂ. കെസ്റ്ററിന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ? കെസ്റ്ററിന് പാച്ചു. ഓ അങ്ങോട്ട് വന്ന. അപ്പം നമ്മളൊരു സൈഡിൽ നിന്ന് ഒതുക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാപ്പി വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം 4 മണി ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വെക്കാത്തന്ന് എല്ലാവർക്കും കാപ്പി ആവശ്യമാണ്. അപ്പം ആൻസേട്ടൻ ഒരു ലോഡ് കാപ്പിപ്പൊടിയും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടാണ് കേട്ടോ. കാപ്പിപ്പൊടി തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാം റെഡിമണി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി ഫോട്ടോ ഞാൻ പറഞ്ഞപ്പോഴാണ് ഡിംപിൾ ആലോചിക്കണത്. അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഡിംപിൾ കാണിക്കും കേട്ടോ. ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ മസ്റ്റായിട്ടും കാണേണ്ടതാണ്. അതിന് എനിക്ക് തോന്നുന്നു ഡിംപിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ റാൻഡംലി എടുത്ത ഷോർട്സ് ആണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പൊതുവേ ഫാമിലി ഫോട്ടോസ് എടുക്കാൻ, ചിരിപ്പിക്കാൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അവരെ മാക്സിമം ഞാൻ എത്തിക്കും. അപ്പോൾ എനിക്ക് ചിരിപ്പിക്കണം. ഇത് പാച്ചുവിൻ്റെ ഗേൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവരെയൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട്. അപ്പോൾ അവർ ബ്രൗൺ തീം ഡിംപിൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം ബ്രൗൺ തീമിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എമ്മ ആൻഡ് അന്ന ഫുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു. അവരവരുടെ ആറ്റിറ്റ്യൂഡിന് വിട്ടുള്ള കളി ഉണ്ടായിരുന്നില്ല. അമ്മ എന്ത് പറയണോ അത് മാത്രമേ ചെയ്യുള്ളൂ. ഡിവിനെ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻസേട്ടൻ അവരെല്ലാം സെറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. ചാക്കോ ഉറങ്ങുമായിരുന്നു കേട്ടോ. വന്നപ്പോൾ ഭയങ്കര ശബ്ദം. സൗണ്ട് ഉണ്ടാക്കില്ലേ? നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കില്ലേ? മമ്മിയുടെ കൊച്ചുമോൻ തന്നെ. മമ്മിക്ക് സൗണ്ട് ഒന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ വളരെ ഭംഗിയിൽ നടന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഇത് നമ്മുടെ ഡിവിനയുടെ ഇളയ കുട്ടിയാണേ. അപ്പോൾ അവന് ഡോൺ ചേട്ടനുമായിട്ട് ഭയങ്കര സെറ്റായി. അവർ എന്താ പറയുക, ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഭയങ്കര ഇന്ന് എൻ്റെ അടുത്ത് വന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു. ചാക്കോ ബേബിനെ കളിപ്പിക്കുകയാണ്. അവർക്ക് അങ്ങനത്തെ ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. നമ്മുടെ പാച്ചിക്കുട്ടനാണ് അതിൻ്റെ ആള്. അമ്മ പാപ്പാപ്പനും വേറെ ആരും എടുക്കാൻ പാടില്ല എന്നുള്ളത്. ചാക്കോയും തോമും ഓടി നിന്ന് കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കളി തുടങ്ങിയപ്പോൾ കൊച്ചിനും ഒന്ന് ഉറക്കക്ഷീണമൊക്കെ വിട്ട് ഭയങ്കര ഇതായി. അപ്പോൾ ഇവർ ഓളിടുമ്പോൾ ചാക്കോച്ചൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ സൗണ്ട് ഉണ്ടാക്കല്ലേ. പാച്ചു ഫുൾ ഓൺ ആ സോഫയിൽ ചാട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിന്നോട് പറയും, നീ അല്ലാത്തപ്പോൾ വേദനയാന്ന് പറയും. ഇങ്ങനെ ചാടുമ്പോൾ നിനക്ക് വേദന എടുക്കില്ലടാന്ന് ഞാൻ പറയും കേട്ടോ. ഡോൺ ചേട്ടന് പൊതുവെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഡിവിനയായിരുന്നു. ഡിവിനയുടെ ശരിക്കുള്ള വോയിസ് നിങ്ങൾ കേൾക്കുക. സർപ്രൈസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല. ഡിവിന കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറഞ്ഞത്, ഇവരൊക്കെ കഴിച്ച് പോവാണ് കേട്ടോ. ഇനി ബാക്കി എനിക്കിനി വീഡിയോസ് വരണം ആഡ് ചെയ്യണമെങ്കിൽ.
അപ്പൊ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങുക. രാവിലെ എണീക്കണം. ചാക്കോനെ സ്കൂളിൽ വിടണം. തോമുന് നാളെ ഇല്ല, മറ്റന്നാളാണുള്ളത്. മെയിൻ സ്കൂളിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചാക്കോന് നാളെ ഗ്രീൻ ഡേ ഉണ്ട്. നാളെ യൂണിഫോം ഇല്ല, ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് ക്രിസ്മസിന്റെ ടീഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.